മാംഗല്യം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. വളരെ പ്രയാസപ്പെട്ട് മെല്ലെ കണ്ണു തുറക്കുമ്പോൾ കണ്ണിന് മുന്നിലാകെ ഇരുട്ട് മാത്രമായിരുന്നു. ആദ്യമായി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകാൻ ഇത്രയും ദൂരമുണ്ടോന്നവൾ ഓർത്തു. ഒരുപാട് കരഞ്ഞതിന്റെയാകാം ഇമകൾ തമ്മിലുള്ള കൂടിച്ചേരലിൽ നിന്നും പിന്തിരിയാൻ അവർക്ക് ഭയങ്കര പ്രയാസമാണെന്ന് തോന്നി. ഇടത് കൈ ഒന്ന് മെല്ലെ കുത്തി എഴുന്നേൽക്കാൻ നോക്കിയതും ബലം നഷ്ടമായ പോലെ കൈ തെറ്റി നിലത്തടിച്ചുപോയി. വെറും നിലത്ത് കിടന്നതിന്റെയാണെന്ന് തോന്നുന്നു ഇടത് കൈക്കാകെ വല്ലാത്തൊരു പെരുപ്പ്. നിർജീവമായ കൈയിലെ പെരുപ്പ് അറിയുന്നില്ലെങ്കിലും അവൾ ആ കൈയെ അങ്ങനെ വിട്ട് വലത് കൈവിരലിൽ ബലം കൊടുത്ത് മെല്ലെ എഴുന്നേറ്റ് ചിതലെടുത്ത കതകിൽ ചാരിയിരുന്നു. വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ഒരിത്തിരി വെള്ളമെടുത്ത് തരൂ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കണമെന്നുണ്ടെങ്കിലും നാവ് പൊങ്ങുന്നില്ല. പരവേശത്തോടെ അവളുടെ കണ്ണുകൾ ആ വീടാകെ പാഞ്ഞു. അവസാനം അത് മുന്നിൽ ചാരിയിട്ടിരിക്കുന്ന വാതിലിലേക്ക് പോയപ്പോൾ മനസ്സിലായി അമ്മ വീട്ടിലില്ല എന്ന്. അവളുടെ ചുണ്ടിന്റെ കോണൊന്ന് കോടി. മയക്കം ബാധിച്ച് കണ്ണടയുമ്പോൾ മുന്നിൽ അമ്മയായിരുന്നു. താൻ സൈഡിലേക്ക് ചരിഞ്ഞു വീഴുന്നതും അമ്മ കണ്ടെന്നുറപ്പാണ്. എന്നിട്ടും രണ്ടു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. ഒപ്പം കഴിഞ്ഞ തവണ വെള്ളമടിച്ച് ആടിക്കുഴഞ്ഞു വന്ന മകൻ താഴെ വീഴാതിരിക്കാൻ ഒരു കാവൽ പോലെ അവന്റെ പിന്നാലെ നടന്ന അമ്മയുടെ ചിത്രം മനസ്സിലേക്ക് വരികയും ചെയ്തു. പെണ്ണായി ജനിക്കുന്നത് അത്രയും പാപമാണോ? ഹൃദയം പൊടിയുന്ന വേദനയിലും കരയില്ലെന്ന് തീരുമാനിച്ചവളുടെ കണ്ണുകൾ പക്ഷെ അവളെ ചതിച്ചു. പതിയെയാണെങ്കിലും ഇരുന്നിടത്തു നിന്നും എങ്ങനെയൊക്കെയോ പിടഞ്ഞെഴുന്നേറ്റവൾ. എല്ലാരോടുമുള്ള വാശിക്ക് ആഹാരം കഴിക്കാത്തതിന്റെ ക്ഷീണം നല്ലോണം അറിയുന്നത് ഇപ്പോഴാണ്. ഇടറുന്ന പാദങ്ങളാൽ വേച്ചവൾ അടുക്കളയിലേക്ക് കയറി. രാവിലെ ഇട്ട അരിയടുപ്പിന്റെ താഴത്തെ തീ പൂർണ്ണമായും കെട്ടു തീർന്നിട്ടുണ്ട്. അതിനി വെന്തോ ആവോ, വെള്ളം വറ്റിക്കരിഞ്ഞോ എന്നൊന്നും അറിയില്ല. പാതകത്തിന്റെ സൈഡിൽ പയ്യെ പിടിച്ചവൾ അടുപ്പിന്റെ ചുവട് വരെ എത്തി. അടഞ്ഞു കിടന്ന അടപ്പ് പൊക്കി നോക്കിയതും ചോറെല്ലാം കൂടി കുമിഞ്ഞ് മോള് വരെ വന്നു നിൽക്കുന്നുണ്ട്. ബെഡിലിരുന്ന് കൈ മരത്തവി കൊണ്ട് അത് അല്പം എടുത്തൊന്ന് വേവി നോക്കി. നല്ലോണം വെന്തിട്ടില്ലെങ്കിലും ഇത്തിരി വെള്ളം ഒഴിച്ച് കുടിക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോ അത് വെന്തിട്ടില്ലായിരുന്നെങ്കിൽ പോലും അവൾ അത് വാരി വലിച്ച് കഴിച്ചേനെ. കാരണം വിശപ്പിന്റെ വിളി അത്രത്തോളമായിരുന്നു. കമഴ്ത്തി വെച്ചിരുന്ന ചെറിയൊരു കുഴിയൻ പാത്രം എടുത്ത് അതിലേക്ക് ഒരു തവി ചോറിട്ടവൾ. ഇത്തിരി മാറിയിരുന്ന ഉപ്പിന്റെ ഉറവിൽ നിന്നും ഒരു സ്പൂൺ അതിലേക്കെടുത്തൊഴിച്ചു. അതങ്ങനെ വാരിക്കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത്തിരി മാറിയിരിക്കുന്ന മോരുകറി കണ്ടത്. വേഗം അതിൽ നിന്നും കുറച്ചെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ച് നിന്നോണ്ട് തന്നെ അവൾ അതെല്ലാം വാരി കുടിച്ചു. ആദ്യത്തെ ആക്രാന്തത്തിൽ 5-6 വട്ടം ചോറെടുത്ത് വിഴുങ്ങുകയായിരുന്നു. പക്ഷെ അല്പം ഒന്ന് വിശപ്പ് കെട്ടപ്പോൾ പതിയെ എടുത്ത് കഴിച്ചപ്പോഴാണ് പണി കിട്ടിയതറിഞ്ഞത്. 2-3 ദിവസം കഴിക്കാതെ ഇരുന്ന് കഴിച്ചപ്പോൾ പെട്ടെന്ന് ഗ്യാസ് കയറി. ഒപ്പം അതിന്റെ ആക്കം കൂട്ടാൻ പുളിയുള്ള മോരും. അടുത്ത നിമിഷം വായും പൊത്തി പിന്നിലേക്കോടി. അപ്പോ കഴിച്ചതും 2 ദിവസം മുന്നേ കഴിച്ചതുമെല്ലാം ഒരിറ്റ് വറ്റില്ലാതെ ഛർദ്ദിച്ചു മാറി. അവസാനം അടിവയറ്റിൽ കിടന്ന മഞ്ഞവെള്ളം കൂടി ഛർദ്ദിച്ചപ്പോഴാണ് തലയൊന്ന് പൊക്കാൻ പറ്റിയത്. തല കറങ്ങുന്നു തോന്നിയപ്പോഴാണ് കുറെ നേരം ആ നിൽപ്പ് അങ്ങനെ തുടർന്നു. ഇത്തിരി കഴിഞ്ഞ് തലയൊന്ന് നേരെ നിൽക്കുന്നു എന്ന് തോന്നിയതും കോരി വെച്ചിരുന്ന കുടത്തിൽ നിന്നും അല്പം തണുത്ത വെള്ളമെടുത്ത് വായും മുഖവും തലയുമെല്ലാം കഴുകി. എന്തിനെന്നറിയാത്തൊരു സങ്കടം വന്നവളുടെ തൊണ്ടക്കുഴിയിൽ കുരുങ്ങിക്കിടന്നു. കരയില്ലെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചവൾക്കടുത്തേക്ക് കയറിയിരുന്നതും കാണുന്നത് പ്ലാസ്റ്റിക് ടേബിളിന്റെ മുകളിൽ ഒരു പൊതി അഴിച്ചു വെച്ച് കഴിക്കുന്ന അമ്മയാണ്. അവളുടെ നെറ്റി ചുളുങ്ങി. അവരെ നോക്കിക്കൊണ്ട് തന്നെ അവൾ അകത്തേക്ക് ചെന്നതും വായിലേക്ക് എടുത്തു വെച്ച ബിരിയാണിയുമായവർ തല ഉയർത്തി നോക്കി. ദാ നിനക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കാൻ നോക്ക്. അവളുടെ മുഖത്ത് പോലും നോക്കാതെ മുന്നിലിരിക്കുന്ന പൊതി ഇച്ചിരി നീക്കി വെച്ചവർ കഴുപ്പ് തുടർന്നു. ഇപ്പുറത്ത് മാറിയിട്ടിരിക്കുന്ന കസേര നീക്കി അടുത്തേക്ക് ഇട്ടിരിക്കുമ്പോൾ അവൾ വെറുതെയെങ്കിലും തനിക്കെന്തെങ്കിലും വയ്യായ്മയുണ്ടോ എന്ന് അമ്മ ചോദിക്കും എന്ന് പ്രതീക്ഷിച്ചു. എവിടെ? അവരുടെ ശ്രദ്ധ മുഴുവനും വലിച്ചു പറിക്കുന്ന ചിക്കന്റെ കാലിൽ മാത്രമായിരുന്നു. എന്റെ പാത്രത്തിൽ നോക്കിയിരിക്കാതെ നിനക്കുള്ളത് കഴിക്കാൻ നോക്കടി. തല ഉയർത്തി നോക്കിയില്ലെങ്കിലും അവളുടെ നോട്ടം ഇങ്ങോട്ടാണെന്ന് കണ്ടവർ ഒച്ചയെടുത്തു. ബിരിയാണി അമ്മ വാങ്ങിയതാണോ? തന്റെ മുന്നിലെ പൊതിയിലേക്ക് നോക്കി അവൾ ചോദിച്ചു. വെറുതെ തരാൻ നിന്റെ അച്ഛന്റെ കടയൊന്നുമല്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് കലത്തിൽ കുറെ അരി പുഴുങ്ങി വെച്ചാൽ വായിലോട്ട് പോകില്ല. അത് പിന്നെ അതും ചെയ്യാതെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലായിരുന്നോ? എനിക്ക് ഒരു 99 അസുഖമുണ്ട്. അതുകൊണ്ട് പട്ടിണി ഇരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ മുക്കിൽ നിന്ന് വാങ്ങിയതാ ഈ ബിരിയാണി. ആദ്യം നിനക്ക് വാങ്ങേണ്ടെന്ന് കരുതിയതാ. പിന്നെയും ഞാനങ്ങ് വാങ്ങി. കാരണം പെറ്റ വയറായി പോയില്ലേ. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവര് വാരി വാരി കഴിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം അവരുടെ വാക്കുകളിലാകെ നിറഞ്ഞു നിന്നത് അവളോടുള്ള. ഇതേ സമയം അവര് ഘോരഘോരമായി പ്രസംഗിക്കുമ്പോഴും അവൾ കേട്ടത് കാശ് കൊടുത്തവർ ബിരിയാണി വാങ്ങി എന്നായിരുന്നു. അമ്മയ്ക്കിത് വാങ്ങാൻ കാശ് എവിടുന്നായിരുന്നു? പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അവരുടെ കയ്യിലിരുന്ന ചോറ് ആ ഇലയിലേക്ക് തന്നെ വീണു.
ഒപ്പം മുഖത്ത് ആവശ്യമില്ലാത്ത പരിഭ്രമം കൂടി കണ്ടതും അവളുടെ മനസ്സിൽ അപായമണി മുഴങ്ങി. അമ്മ സദാശിവൻ ചേട്ടന്റെ അടുത്ത് നിന്നും കാശ് വാങ്ങിയോ? വാങ്ങാതെ പിന്നെ കുടുംബശ്രീയിൽ ലോൺ അടയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ വാങ്ങി. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ അത് ലോൺ അടയ്ക്കാനുള്ള പൈസയാണെന്ന്. ഇരുന്ന കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റവൾ ചോദിച്ചു. പറഞ്ഞു. അതുകൊണ്ട്? ഒരു കൂസലും ഇല്ലാതെയാണ് അവർ ചോദിച്ചത്. അപ്പോ ഈ മാസം ലോൺ അടയ്ക്കണ്ടായോ? അവരുടെ ധാർഷ്ട്യം നിറഞ്ഞ മുഖത്ത് നോക്കി അവൾ ചോദിച്ചു. നേരെ ചൊവ്വെ അടയ്ക്കാനുള്ള മാർഗമല്ലേ നീ നിന്റെ അഹങ്കാരം കാരണം കുട്ടിച്ചോറാക്കിയത്. അതുകൊണ്ട് ലോൺ എങ്ങനെ അടയ്ക്കണമെന്ന് നീ ഒറ്റയ്ക്കങ്ങ് വിചാരിച്ചാൽ മതി. അതിനുവേണ്ടി എനിക്കോ എന്റെ മോനോ ഉരുകാൻ പറ്റില്ല. പറയുന്നതിന്റെ ഒപ്പം തന്നവർ അവസാനത്തെ വറ്റും വായിലേക്കിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് എഴുന്നേറ്റു. അങ്ങനെ അമ്മയ്ക്കോ മോനോ ഉരുകാൻ വയ്യെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ പോയാ കാശ് വാങ്ങിയത്? ദേഷ്യത്തിനപ്പുറം നിസ്സഹായതയായിരുന്നു അവളുടെ ശബ്ദത്തിൽ. അങ്ങനെ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ലോൺ അടച്ചേനെടി? അന്ന് ഞാൻ അടച്ചില്ലെങ്കിൽ കാണാമായിരുന്നു പെണ്ണുങ്ങളെല്ലാം കൂടി ഇവിടെ കയറി അടയിരിക്കുന്നത്. എന്തായാലും അങ്ങനെയൊരു നാണക്കേട് ഉണ്ടാവുന്നത് ഞാനും മോനും രക്ഷപ്പെട്ടു. കഴിച്ചുകൊണ്ടിരുന്നതിൽ മിച്ചമുണ്ടായിരുന്ന ഒരു ഇച്ചിരി അച്ചാർ നാക്കിൽ തൊട്ടവർ അതിന്റെ പുളിപ്പ് ഉച്ചി മുതൽ ഉള്ളംകാല് വരെ അറിയുന്ന പോലെ കണ്ണുകൾ ഇറുക്കിയടച്ചു. നീ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീയായി ഉണ്ടാക്കിയത് തന്നെ നീയായി തീർത്തോണം. തീരുമാനം പോലെ പറഞ്ഞുകൊണ്ടവർ വാശിയിൽ എഴുന്നേറ്റുപോയി. അവര് പോയി കഴിഞ്ഞും ഏറെ നേരം അവൾ അങ്ങനെ തന്നെ ഇരുന്നു. ഇപ്പോഴും അവർ പറഞ്ഞ രീതികളും വാക്കുകളുമൊക്കെ വണ്ടു മൂളുന്ന പോലെയാണ് അവളുടെ തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞത്. ഇത്രയുമൊക്കെ തന്നെ പറയാനും അതൊക്കെ കേൾക്കാനും വേണ്ടി എന്ത് പാപമാണോ താൻ ചെയ്തതെന്ന് ആലോചിച്ചിട്ട് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞിലെ അച്ഛന്റെ തണല് തലയ്ക്ക് മുകളിൽ നിന്നും നഷ്ടമായതാണ്. അച്ഛനായി തന്നെ കൊണ്ടു നടക്കും എന്ന് വിചാരിച്ച ചേട്ടന്റെ സ്വഭാവം മാറി തുടങ്ങിയത് ഒരുപാട് വേദനയോടെയാണ് കണ്ടു നിന്നത്. അന്നും ഒരുപക്ഷെ അമ്മ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഏട്ടൻ ഇത്രയും ഉത്തരവാദിത്തമില്ലാത്തവനായി മാറുകയില്ലായിരുന്നു. പക്ഷെ അന്നും അമ്മയ്ക്ക് ഏട്ടനോടായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കേണ്ട ഒരിടത്തും അമ്മ ഏട്ടനെ ശിക്ഷിച്ചിട്ടില്ല. അത് ഒരു പരിധിവരെ ഏട്ടനും വളമായി. നാഴികയ്ക്ക് 40 വട്ടം എന്റെ മകൻ എന്റെ മകൻ എന്ന് പറഞ്ഞു നടക്കുന്ന അമ്മയോട് പോലും ഏട്ടന് സ്നേഹമുണ്ടോ എന്ന് തനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അമ്മയ്ക്കൊന്നും വലിയ പ്രശ്നമായി തോന്നിയിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടമാലോ അമ്മയുടെ മോനെ, അതുപോരെ. പക്ഷെ ഇതിന്റെ ഇടയിൽ അമ്മയും മോനും മനഃപൂർവ്വം കളയുന്ന ഒരാളുണ്ട്, ഈ താൻ. എന്നു മുതൽ ഈ വീടിന്റെ ഭാരം ചുമക്കാൻ തുടങ്ങിയതാണ് താൻ? കുഞ്ഞു കൈയിൽ ഒരു കെട്ട് ചൂല് നേരെ ചൊവ്വെ പിടിക്കാനറിയാത്ത കാലത്തെ അടുക്കളയിൽ കയറി തുടങ്ങിയതാണ്. കാരണം അമ്മയുടെ ചുമയും വിമ്മിഷ്ടവും ശ്വാസം കിട്ടാതെയുള്ള പിടച്ചിലും കണ്ട് ആദ്യമായി അടുക്കളയിൽ കയറുമ്പോൾ കാപ്പിക്ക് വെക്കാൻ തുടങ്ങിയ ചൂടുവെള്ളം അത്രയും കയ്യിൽ വീണാണ് തന്റെ ഹരിശ്രീ തുടങ്ങുന്നത്. അങ്ങനെ തിളച്ച വെള്ളം ഗണപതിക്ക് വെച്ച് തുടങ്ങിയ തന്റെ കഷ്ടപ്പാട് ഈ നിമിഷം വരെ തീർന്നിട്ടില്ല. ഇത്തിരിയില്ലാത്ത പ്രായത്തിൽ ഓടി നടന്ന അമ്മയും ചേട്ടനെയും അടുക്കളയും ഒക്കെ നോക്കി. പോകെ പോകെ പെരുമാറുന്ന അടുക്കളയിൽ റേഷനരി അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് മനസ്സിലായി വന്നപ്പോൾ അപ്പുറത്തെ സുമചേച്ചി കോഴിമുട്ട വിറ്റ് വീട്ടിലേക്ക് വരുമാനം കണ്ടെത്തുന്ന കണ്ട് ആ ചേച്ചിയുടെ സഹായത്തോടെ വഴിക്കച്ചവടം തുടങ്ങി. അന്ന് തനിക്ക് പ്രായം വെറും 10. അവിടുന്ന് തുടങ്ങിയ ചുമടെടുപ്പ് പിന്നെ ഈ നിമിഷം വരെ ഇറക്കി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. കോഴിമുട്ട കൃഷിയിൽ നിന്ന് മാത്രമുള്ള ലാഭത്തിൽ വീട് ഓടില്ലെന്ന് തോന്നിയ നിമിഷത്തിൽ അമ്മയുടെ കുടുംബശ്രീയിൽ നിന്നും കുറച്ച് കാശ് കൊടുത്താൽ മാത്രം കിട്ടുന്ന ആടിനെ വാങ്ങി. അതിലും ബാധ്യതകൾ ഒഴുങ്ങുന്നില്ല എന്ന് കണ്ടാണ് 15ാമത്തെ വയസ്സിൽ പശുവിനെ വാങ്ങുന്നത്. അതും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആൽബിച്ചന്റെ അപ്പൻ കൃപയിൽ അവരുടെ ഉണ്ടായിരുന്ന ഒരു പശുവിനെ അമ്മച്ചി തരികയായിരുന്നു. ത്രേസ്യാമ്മച്ചി പൊന്നെ പൂവെ പോലെ കൊണ്ടു നടന്ന പശുവായിരുന്നു. പക്ഷെ ആശാട്ടി വീണ് ഇടുപ്പിന് പൊട്ടൽ വന്നപ്പോഴേക്കും അതിന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ആരുമില്ലാതെയായി. ആ ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാണെന്ന് പറയുന്ന പോലെ 1 രൂപ പോലും നൽകാതെ തോമപ്പൻ പശുക്കളെ തന്ന് പിന്നീട് അങ്ങോട്ട് കുടുംബം നോക്കിയത്. അവസാനം ആ പശു രോഗം വന്നിട്ട് പൂർണ്ണമായും മരിക്കൂ എന്ന് തോന്നിയപ്പോൾ പോലും അതിനെ അറവുകാർക്ക് കൊടുക്കാൻ തനിക്ക് തോന്നിയില്ല. അവസാനം പശുവിനൊപ്പം താനും കൂടി പോയി ചത്താലോ എന്നുള്ള ഭയത്തിൽ ആൽബിച്ചൻ അതിനെ ഇവിടെ നിന്നും കൊണ്ടുപോയി. അതിനുശേഷം ഇന്നുവരെ ആ പശുവിനെ പറ്റിയൊന്നും താൻ അച്ചാച്ചനോട് ചോദിച്ചിട്ടുമില്ല, ആളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെയാ നീലിപ്പശുവിന്റെ മകളാണ് ഇപ്പോൾ തന്റെ കയ്യിൽ ഇരിക്കുന്ന പൂവാലി. അമ്മയെപ്പോലെ തന്നെ ഇന്നലെ വരെ തന്റെ അന്നം അവളായിരുന്നു, സാക്ഷാൽ മഹാലക്ഷ്മി. ഒരു നിവൃത്തിയുണ്ടായിരുന്നെങ്കിൽ അവളെ കയ്യിൽ നിന്ന് വിടാതെ നോക്കിയേനെ. പക്ഷെ ചില നേരത്തൊക്കെ ചിലതിലും മുകളിലായി പോവില്ലേ? ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുറച്ചുകൊണ്ട് അവളൊന്ന് നെടുവീർപ്പെട്ടു. പശുവിനെ വിൽക്കാൻ തുടങ്ങുമ്പോഴും ആദ്യം ആലോചിച്ചത് ആൽബിച്ചനോട് തന്നെ പറയാമെന്നാണ്. പുള്ളി എതിരൊന്നും പറഞ്ഞില്ല. ആള് തന്നെ പശുവിനെ പറ്റിയ ആളെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അവരാണ് ഇന്ന് തന്റെ പശുക്കളെ കൊണ്ട് പോയതും. കണ്ടിട്ട് നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നു. അവരവിടെ സ്വർഗം പോലെ കഴിയുമായിരിക്കും. പക്ഷെ താൻ ഇനി എന്ത് ചെയ്യും? ആകെ ഈ വീട്ടിൽ തന്നോട് സ്നേഹവും അനുതാപവും കാണിച്ചത് അവർ മാത്രമായിരുന്നു. പക്ഷെ ഇന്നത്തോടെ തനിക്ക് അവരെയും നഷ്ടമായി. ഇനി എങ്ങനെ ഈ വീട് താൻ മുന്നോട്ട് കൊണ്ടുപോകും?
ലോൺ ഇനിയുമുണ്ട് 2 വർഷം കൂടി അടയ്ക്കാൻ. ആലോചിക്കുമ്പോൾ പോലും കണ്ണിലേക്ക് ഇരുട്ട് കയറുകയാണ്. ചിന്തകളുടെ കാടുകയറ്റത്തിൽ അവൾക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. അന്നേരമാണ് അമ്മയുടെ ഫോൺ കിടന്നടിക്കുന്ന കേൾക്കുന്നത്. 1-2 തവണ കൂടി ചിലയ്ക്കുന്ന കേട്ടപ്പോൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ഫോണിനടുത്തേക്ക് നടന്നു. ചുറ്റും നോക്കിയപ്പോൾ കുറച്ചു മുന്നേ തന്നെ വായിക്കുവായി പറഞ്ഞിട്ട് പോയവർ ഇതുവരെ തിരിച്ചു വന്നില്ല എന്ന് തോന്നി. സാധാരണ ഈ സാധനം ഇടുപ്പിൽ നിന്ന് മാറ്റുന്നതല്ലല്ലോ. ഉള്ളിലെ ചോദ്യം ചുണ്ടുകൾക്കിടയിൽ കിടന്ന് ഞെരിഞ്ഞു പറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവൾ അതിലെ പേര് ശ്രദ്ധിക്കുന്നത്. സീതമ്മയോ? അവൾ ചാടിക്കയറി ഫോൺ എടുത്തു. അന്നൊരു ദിവസം വിളിച്ചിട്ട് തനിക്കമ്മ ഫോൺ തരാത്തതിന്റെ ദേഷ്യത്തിൽ ഇനി മേലാൽ ഈ ഫോണിലേക്ക് വിളിക്കില്ല എന്ന് പറഞ്ഞു പോയ ആളാണ്. അമ്മ അങ്ങനെ വെറും വാക്ക് പറയാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഫോൺ കോൾ അബദ്ധത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഹലോ സീതമ്മേ. വെപ്രാളത്തോടെയുള്ള അവളുടെ വിളിയിൽ അപ്പുറത്തെ ഭാഗം നിശബ്ദമായിരുന്നു. സീതമ്മേ, മോൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ വരെയൊന്ന് വരുമോ? എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് തരികയും വേണേ. നന്ദി.